എൻ്റെ സഹോദരങ്ങളെ, ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു 2025 ചില പുതുവഴികൾ, പുതിയ വാതിലുകൾ പരിശുദ്ധാത്മാവ് നമ്മുടെ മുൻപിൽ തുറക്കുവാൻ പോവുകയാണ്. സഹോദരങ്ങളെ, അസാധാരണമായ വിധത്തിൽ ദൈവാത്മാവിന്റെ വ്യാപനവും പരിവർത്തനവും ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ചോദിക്കുകയും ചെയ്യുന്ന ജീവിതങ്ങളിലൂടെ സഭയിലും ലോകത്തിലും പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്താൻ പോവുകയാണ്. അപ്പോസ്തലനായ പൗലോസ് സഭയെ പഠിപ്പിച്ചു. എഫെസസ്കാർക്ക് ഇത് ലേഖനം 5-ാം അധ്യായം 18-ാം വചനത്തിൽ പരിശുദ്ധ വചനം പറയുന്നു, നിങ്ങൾ വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത്, അതിൽ ദുരാസക്തിയുണ്ട്, മറിച്ച് ആത്മാവിനാൽ പൂരിതരാകുവിൻ. പരിശുദ്ധാത്മാവിനാൽ പൂരിതരാകുവിൻ. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ദൈവമായ കർത്താവ് ഈ പുതുവർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ ഒരുങ്ങുമ്പോൾ നമുക്ക് നൽകുന്ന പ്രവചന സന്ദേശം എന്താണ്? നിങ്ങൾ പരിശുദ്ധാത്മാവിൽ പൂരിതരാകുവിൻ. ആത്മാവിൽ പൂരിതരാവുക, ആത്മാവിൽ പൂരിതരാവുക. എത്ര പേർക്ക് ഈ ആഗ്രഹമുണ്ട്? നിങ്ങൾ പരിശുദ്ധാത്മാവിൽ പൂരിതരാകുവിൻ. ആത്മാവിൽ പൂരിതരായിട്ട് വേണം നമ്മൾ ഈ പുതുവർഷം ആരംഭിക്കുവാൻ. ഈ ഒരു വർഷം മുഴുവനും ആത്മാവിന്റെ പുതുബലത്തിൽ, പരിശുദ്ധാത്മാവിന്റെ നവമായ അഭിഷേകത്തിൽ ജീവിക്കുവാൻ സ്വർഗം നമ്മെ പ്രാപ്തമാക്കുകയാണ്. നിങ്ങൾ ആത്മാവിൽ പൂരിതരാകുവിൻ. വീണ്ടും അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2:17 പരിശുദ്ധ വചനം പഠിപ്പിക്കുന്നു, ദൈവം അരുളി ചെയ്യുന്നു, അവസാന ദിവസങ്ങളിൽ എല്ലാ മനുഷ്യരുടെയും മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. അവസാന ദിവസങ്ങളിൽ നമ്മുടെ കർത്താവിന്റെ പ്രത്യാഗമനം അടുത്തുകൊണ്ടിരിക്കുകയാണ്. കർത്താവിന്റെ വീണ്ടും വരവനായി പരിശുദ്ധാത്മാവ് തന്റെ സഭയെയും ലോകത്തെയും ഒരുക്കിക്കൊണ്ടിരിക്കുന്ന കൃപയുടെ കാലഘട്ടത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. സഹോദരങ്ങളെ, നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ദൈവപ്രവർത്തികൾ അവിചാരിതങ്ങളല്ല. അത് ഈ കാലഘട്ടത്തിലുള്ള പരിശുദ്ധാത്മാവിന്റെ മുന്നറിയിപ്പുകളാണ്. അവസാന ദിവസങ്ങളിൽ സകല മനുഷ്യരുടെ മേൽ എല്ലാ ജനപദങ്ങളിലും എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. എത്ര മനോഹരമായ വാഗ്ദാനം കർത്താവ് നമുക്ക് പ്രോമിസ് ചെയ്യുക. എല്ലാവരുടെ മേൽ എൻ്റെ ആത്മാവിനെ വർഷിക്കും. കർത്താവിൻ്റെ പ്രത്യാഗമനത്തിന് മുൻപ് തിരുസഭയിൽ വീണ്ടും ഒരു പുതിയ പെന്തക്കോസ്തയുണ്ടാകും. ഈ പ്രവചന വചനം അതിനുറപ്പായി പരിശുദ്ധാത്മാവ് തരികയാണ്. എല്ലാവരുടെ മേലും പരിശുദ്ധാത്മ വർഷമുണ്ടാകുന്നു. ഒരു പുതിയ പെന്തക്കോസ്തയുടെ തീക്കാറ്റ് സഭ മുഴുവന്റെ മേലും ആഞ്ഞടിക്കുമാറ് പരിശുദ്ധാത്മാവിന്റെ മാനിഫെസ്റ്റേഷൻ, ആത്മാവിന്റെ വെളിപ്പെടൽ സഭയിലും ലോകത്തിലും സംഭവിക്കുകയാണ്. തിരുസഭയിൽ വലിയൊരു മിസ്റ്റിക്കായിരുന്നു വാസുല റീഡൻ. ഈ അടുത്ത നാളുകളിലാണ് കർത്താവിന്റെ ശാശ്വത ഭവനത്തിലേക്ക് പ്രിയ സഹോദരി യാത്രയായത്. വാസുല റീഡനോട് നമ്മുടെ കർത്താവ് പറഞ്ഞു, എൻ്റെ പ്രത്യാഗമനത്തിന് മുൻപ് എൻ്റെ സഭയിൽ പുതിയ പെന്തക്കോസ്തയുണ്ടാകും. പുതിയ പെന്തക്കോസ്ത, പുതിയ പെന്തക്കോസ്ത. സഹോദരങ്ങളെ, ഈ പ്രവചന സന്ദേശത്തെ ഉറപ്പിക്കുന്ന പരിശുദ്ധ വചനമാണ് അപ്പോസ്തല പ്രവൃത്തി 2:17. അവസാന ദിവസങ്ങളിൽ എല്ലാവരുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും. ഇന്ന് ലോകം മുഴുവൻ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടം പരിശുദ്ധാത്മാവിന്റെ കാലഘട്ടമാണ്. ഇത് പരിശുദ്ധാത്മ യുഗമാണ്. വെളിപാട് 12:12 പറയുന്നത് പോലെ പിശാച് പ്രബലപ്പെട്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ്
ഇന്നാക്റ്റീവ് അല്ല, പരിശുദ്ധാത്മ പ്രവർത്തിക്കാതിരിക്കുന്നില്ല. തൻ്റെ സഭയിലൂടെ ദേശദേശാന്തരങ്ങളിൽ, രാജ്യങ്ങളിൽ, സമൂഹങ്ങളിൽ, കുടുംബങ്ങളിൽ, വ്യക്തി ജീവിതങ്ങളിൽ പരിശുദ്ധാത്മാവ് ശക്തിയോടെ ഈ നാളുകളിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എത്രയെത്ര ആത്മപ്രവർത്തികള് ഈ തലമുറയിൽ നമുക്ക് കാണുവാൻ പറ്റും. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന് മേൽ ആത്മാവിന്റെ തീക്കാറ്റ് വീശി അടിക്കുകയാ. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പരിശുദ്ധാത്മാവ് ദൈവവചനത്തിന്റെ അഗ്നി മനുഷ്യ ഹൃദയങ്ങളിൽ ജ്വലിപ്പിച്ചു കൊണ്ടിരിക്കുകയാ. പതിനായിരങ്ങൾ, ജനലക്ഷങ്ങൾ കൂട്ടം കൂട്ടമായി വചനം കേട്ട് മാനസാന്തരപ്പെട്ട് കർത്താവായ യേശുവിനെ ഏക രക്ഷകനും നാഥനുമായി സ്വീകരിക്കുന്ന അത്ഭുതകരമായ ആത്മപ്രവൃത്തി ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ ഈ നാളുകളിൽ നമുക്ക് കാണുവാൻ കഴിയും. വിശ്വസിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഇത് പരിശുദ്ധാത്മാവിന്റെ കാലഘട്ടമാണ്. ഇത് പരിശുദ്ധാത്മ യുഗമാണ്. നമ്മൾ പരിശുദ്ധാത്മ തലമുറയിലാണ് ആയിരിക്കുന്നത്. ആരെല്ലാം അതിനായി ആഗ്രഹിക്കുന്നുവോ ചോദിക്കുന്നുവോ അവരിലേക്ക് അളവില്ലാത്ത വിധം തന്റെ അഭിഷേകത്തെ പരിശുദ്ധാത്മ പകരുകയാണ്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ മാത്രമല്ല പ്രിയപ്പെട്ടവരെ, യൂറോപ്പിലെ സഭ തീർന്നു പോയിട്ടില്ല. യൂറോപ്പിൽ ഈ നാളുകളിൽ പരിശുദ്ധാത്മാവ് സഭയുടെ റിവൈവലിനായി, യൂറോപ്യൻ ഭൂഖണ്ഡത്തിന്റെ ആത്മീയ വീണ്ടെടുപ്പിനായി, യൂറോപ്പിന്റെ റീ ഇവാഞ്ചലൈസേഷനായി അവിടെ ചില ആത്മീയ മുന്നേറ്റങ്ങൾ നൽകി സഭയെ പരിശുദ്ധാത്മാവ് ശക്തീകരിക്കുന്ന ആത്മാവിന്റെ പ്രവർത്തികൾ യൂറോപ്പിന്റെ മണ്ണിൽ ഈ നാളുകളിൽ കാണുവാൻ കഴിയും. ടീം ഷെക്കേന 2-3 മാസങ്ങൾക്ക് മുൻപ് യൂറോപ്പിന്റെ വീണ്ടെടുപ്പിനും യൂറോപ്യൻ സഭയുടെ റിവൈവലിനും റീവാഞ്ചലൈസേഷനുമായി 17ഓളം യൂറോപ്യൻ രാജ്യങ്ങളിലൂടെ പരിശുദ്ധ കുർബാനയുമായി ദിവ്യകാരുണ്യ മിഷൻ യാത്ര നടത്തി. വളരെ അത്ഭുതകരമായ ദൈവ സാന്നിധ്യ അനുഭവമായിരുന്നു ആ യാത്രയിലുടനീളം പരിശുദ്ധാത്മ പകർന്നു നൽകിയത്. എന്റെ സഹോദരങ്ങളെ, കാണുവാൻ കഴിഞ്ഞു. യൂറോപ്പിലെ സഭ തീർന്നിട്ടില്ല. ആദ്യ കാലഘട്ടത്തിൽ ലോകം മുഴുവനിലേക്കും സുവിശേഷത്തിന്റെ തീ കത്തിക്കുവാൻ യൂറോപ്പിലെ സഭയെ പരിശുദ്ധാത്മാവ് ഉപയോഗിച്ചുവെങ്കിൽ യുഗാന്ത സഭയിലും യൂറോപ്യൻ സഭയ്ക്ക് വലിയ ഭാഗഭാഗിത്വം പരിശുദ്ധാത്മാവ് നൽകുന്നുണ്ട്. അവിടെ പല ആത്മീയ യുവജനങ്ങളുടെ ചില മുന്നേറ്റങ്ങൾ കാണുവാൻ കഴിഞ്ഞു. പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് പരിവർത്തിക്കുന്നുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ഭാരത സഭയിൽ, കേരള സഭയിൽ അതിശക്തമായ വിധത്തിൽ പരിശുദ്ധാത്മ പ്രവർത്തനമുണ്ട്. ആത്മാവിന്റെ വലിയ വെളിപ്പെടൽ സംഭവിക്കുന്നുണ്ട്. ലോക സുവിശേഷവൽക്കരണത്തിൽ കേരള സഭയ്ക്ക് ഒരു വലിയ കൊയ്ത്ത് പരിശുദ്ധാത്മ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ സഭ ഈ നാളുകളിൽ വലിയ സഹനങ്ങളിലൂടെയും നോവിലൂടെയും കടന്നു പോകേണ്ടി വരുന്നത്. ഇതെല്ലാം ഒരു മഹത്വത്തിന്റെ ശുശ്രൂഷയ്ക്കായി കേരള സഭയെ പരിശുദ്ധാത്മാവ് ഒരുക്കുന്ന കൃപയുടെ പ്രവൃത്തിയ. വിശ്വസിച്ചിട്ട് ഹല്ലേലൂയ പറഞ്ഞേ. 2025 മുതൽ ജൂബിലി വർഷമാണ്. കേരള സഭ നവീകരണ മുന്നേറ്റത്തിന്റെ അവസാന വർഷമാണ് 2025. 2025 മുതൽ 27 വരെയുള്ള ഈ 3 വർഷങ്ങളിൽ കേരള സഭയുടെ മേൽ അതിശക്തമായ വിധത്തിൽ പരിശുദ്ധാത്മ പകർച്ച, ആത്മാവിന്റെ വ്യാപനം, പരിശുദ്ധാത്മ പ്രവർത്തനങ്ങൾ ശക്തിയോടെ വെളിപ്പെടാൻ പോവുക. ഇതൊരു പ്രവചനമായി നിങ്ങൾ സ്വീകരിച്ചു. വിശ്വസിക്കുന്ന കർത്താവേ, കൃപ തരണമേ. പരിശുദ്ധാത്മ പ്രവർത്തികൾ കാണുവാൻ ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ തുറക്കണമേ. ഇരു കരങ്ങൾ ഉയർത്തി വിളിച്ച പരിശുദ്ധാത്മാവേ, ദൈവത്തിന്റെ റൂഹ വ്യാപരിക്കട്ടെ. റൂഹായുടെ ശക്തി വെളിപ്പെടട്ടെ. സഭ മുഴുവന്റെ മേലും പരിശുദ്ധാത്മ തീ പടരട്ടെ. പരിശുദ്ധാത്മ കാറ്റ് വീശട്ടെ. റൂഹ, പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളടിച്ച് കേരള സഭയോർത്തുകൊണ്ട് പാടി പ്രാർത്ഥിച്ച് കേരള സഭയിൽ
റിവൈവൽ ഉണ്ടാകാൻ, ഒരു സെക്കൻഡ് റിവൈവൽ സഭ മുഴുവനിലും ആഞ്ഞടിക്കുവാൻ, നമ്മുടെ കുടുംബങ്ങളിൽ, കൂട്ടായ്മകളിൽ, സമർപ്പിത സമൂഹങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ തീ ഇറങ്ങുവാൻ, റുഹായുടെ കാറ്റ് വീശുവാൻ കർത്താവേ ഞങ്ങൾ ഉണർത്തണമേ, ഞങ്ങൾ ഉണർത്തണമേ, ഞങ്ങൾ ഉജ്ജ്വലിപ്പിക്കണമേ, ഞങ്ങളെ തീ പിടിപ്പിക്കണമേ. ആഗ്രഹിച്ചുകൊണ്ട് കരമടിച്ചു പാടികേ പാടികേ. റുഹായേ നീ കാറ്റായി വാ, റുഹായേ തിനാവായി വാ, റുഹായേ പ്രാവായി വാ, റുഹായേ നിറവായി വാ, റുഹായേ നീ കാറ്റായി വാ, റുഹായേ തിനാവായി വാ, റുഹായേ പ്രാവായി വാ, റുഹായേ നിറവായി വാ. സഭയിൽ പരിശുദ്ധാത്മാവിന്റെ പുത്തൻ പ്രവൃത്തികൾ വെളിപ്പെടുന്ന കൃപയുടെ വർഷമായി മാറട്ടെ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കുടുംബങ്ങളിലേക്ക്, ദേശങ്ങളിലേക്ക്, രാജ്യങ്ങളിലേക്ക് ആത്മാവിന്റെ തീ ഇറങ്ങട്ടെ, തീ തീ ഇറങ്ങട്ടെ. ഹഗ്ഗായി പ്രവചനം 2-ാം അധ്യായം 7-ാമത്തെ പ്രവചന വചനം നിറവേറപ്പെടുന്ന കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. എന്താണ് പരിശുദ്ധാത്മ പറയുന്ന ദൂത്? ഞാൻ എല്ലാ ജനതകളെയും കുലുക്കും. ഓ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. എന്റെ അഭിഷേക ശക്തിയാലെ, എന്റെ പരിശുദ്ധമായ സാന്നിധ്യത്താലെ ഞാൻ എല്ലാ ജനപദങ്ങളെയും കുലുക്കും. ഞാൻ ജനതകളെ കുലുക്കും. ഇത് വെറും ഭൂമി കുലുക്കമല്ല സഹോദരങ്ങളെ. അഭിഷേകത്തിന്റെ വ്യാപനം ഉണ്ടാകുമ്പോൾ ജനപദങ്ങളിൽ വരുന്ന പരിശുദ്ധാത്മാവിന്റെ ഇടപെടലിനെ കുറിച്ചാണ് ഹഗ്ഗായി പ്രവചനത്തിൽ നമ്മൾ കാണുന്നത്. ഞാൻ എല്ലാ ജനതകളെയും കുലുക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? വെളിപാട് പുസ്തകം 15:4 നിങ്ങൾ ശ്രദ്ധയോടെ വചനം വായിച്ച് ആ വചനത്തിന് അവസാന ഭാഗത്തോട്ട് വരിക. അപ്പോൾ സകല ജനതകളും വന്ന് അങ്ങയെ ആരാധിക്കും, കർത്താവിനെ ആരാധിക്കും. എല്ലാ ജനതകളും വന്ന് കർത്താവിനെ ആരാധിക്കും. കാരണം അങ്ങയുടെ ന്യായവിധികൾ വെളിവാക്കപ്പെട്ടിരിക്കുന്നു. എല്ലാ ജനതകളും വന്ന് കർത്താവിനെ ആരാധിക്കും, കർത്താവിനെ ആരാധിക്കും. എല്ലാ നാവുകളും ഏറ്റുപാടും ജീസസ് ഈസ് ദ ലോർഡ്. ആമേൻ. Every knee shall bow, every tongue confess that Jesus Christ is Lord. എല്ലാ മുട്ടും മടങ്ങും. ആമേൻ. എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവ്, യേശു മാത്രം കർത്താവ്. വെളിപാട് 15:4 പരിശുദ്ധാത്മ വെളിപ്പെടുത്തുകയാണ്. എല്ലാ ജനതകളും കർത്താവിനെ ആരാധിക്കും, കർത്താവിനെ ആരാധിക്കും. എല്ലാ നാവും പാടിടും ജീസസ്, 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 ജീസസ്. യേശു മാത്രം കർത്താവെന്ന്. ഈ അളവില്ലാത്ത അഭിഷേകം ആർക്കൊക്കെയാണ് കർത്താവ് നൽകുന്നത്? ശ്രദ്ധിച്ചു കേട്ടെ, എല്ലാവരും ശ്രദ്ധാപൂർവം ഇരുന്ന്. ഈ സമൃദ്ധമായ അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ പകർച്ച, ഈ അധികമായ അഭിഷേകം ആർക്കാണ് കർത്താവ് നൽകുന്നത്? അപ്പോസ്തല പ്രവർത്തനം 2:39 പരിശുദ്ധ വചനം പഠിപ്പിക്കുന്നു. അപ്പോസ്തല പ്രവർത്തനം 2:39 എന്താണ് വചനം പറയുന്നത്?
ഈ വാഗ്ദാനം നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും വിദൂരസ്ഥർക്കും നമ്മുടെ ദൈവമായ കർത്താവ് തന്റെ അടുക്കിലേക്ക് വിളിക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ്. ഈ അഭിഷേകം ആർക്കുള്ളതാണ്? കർത്താവ് തരുന്ന ഈ സമൃദ്ധമായ അഭിഷേകം, ഈ പ്രോമിസ് ആർക്കുള്ളതാണ്? ഒന്നാമതായി അത് നമുക്കുള്ളതാണ്. ആരെല്ലാം വിശ്വസിക്കുന്നുവോ, ആരെല്ലാം ഈ അഭിഷേകത്തിന് വേണ്ടി ദാഹിക്കുന്നുവോ, ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുവോ, അവർക്കെല്ലാം ഉള്ളതാണ് ഈ അഭിഷേകം. രണ്ടാമത് വചനം പഠിപ്പിക്കുകയാണ്, അത് നമ്മുടെ സന്താനങ്ങൾക്കുള്ളതാണ്, നമ്മുടെ മക്കൾക്കുള്ളത്. മക്കളെ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കള് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോടൊന്ന് പങ്കുവെക്കട്ടെ, നിങ്ങൾ അസ്വസ്ഥരാകേണ്ട. നമ്മുടെ മക്കൾ ആത്മാവിൽ നിറയപ്പെടും, അവർ പരിശുദ്ധാത്മാവിന്റെ തലമുറയായി മാറ്റപ്പെടും, അവരിൽ അഭിഷേകത്തിന്റെ തീ ഇറങ്ങും, അവർ അഭിഷേകമുള്ള മക്കളായി മാറ്റപ്പെടുമെന്ന് കർത്താവാണ് വാഗ്ദാനം തരുന്നത്. ഈ വാഗ്ദാനം നിങ്ങളെ സന്താനങ്ങൾക്കുള്ളതാണ്, തലമുറകൾക്കുള്ളതാണ്. ഒരു നിമിഷ കരങ്ങൾ ഉയർത്തി നമ്മുടെ മക്കളുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ തീ ഇറങ്ങുവാൻ, ആത്മാവിന്റെ അഭിഷേകം അവരിൽ വ്യാപരിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് വിളിച്ച യേശുവേ, എല്ലാ കുഞ്ഞുങ്ങളിലും യുവജനങ്ങളിലും പരിശുദ്ധാത്മാ തീ ഇറങ്ങട്ടെ. ആത്മാവിന്റെ വാഗ്ദാനം തലമുറകളിലേക്ക് വ്യാപരിക്കട്ടെ, യുവജനങ്ങളിൽ നിറയട്ടെ, കുഞ്ഞുങ്ങളിൽ നിറയട്ടെ, അത് കുടുംബങ്ങളിൽ നിറയട്ടെ. കർത്താവേ, സ്തുതിക്കുന്നു. ഈ സമയം പരിശുദ്ധാത്മാ ഒരു പ്രവചനം തരികയാണ്. എന്റെ സഹോദരങ്ങളെ, നമ്മുടെ കുടുംബങ്ങളിൽ ചില മാറ്റങ്ങൾ പരിശുദ്ധാത്മാവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ വേദനയോടെ, കണ്ണീരോടെ ചില മക്കളെ ഓർത്ത് നൊമ്പരപ്പെടുന്ന മാതാപിതാക്കളോട് പരിശുദ്ധാത്മാവ് പറയുന്ന ഒരു ആലോചന നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണമേ. നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ അസാധാരണമായൊരു അഭിഷേകം പരിശുദ്ധാത്മാവ് പകർന്നുകൊണ്ട് കർത്താവിനും സഭയ്ക്കും വേണ്ടി ജ്വലിക്കുന്ന ആത്മാക്കളായി ചില മക്കളെ വരും നാളുകളിൽ, പ്രത്യേകിച്ച് 2025 കർത്താവ് അഭിഷേകം ചെയ്ത് സഭയിൽ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. ചില യുവജനങ്ങള് പരിശുദ്ധാത്മാവിന്റെ കൊടുങ്കാറ്റുകളായി മാറട്ടെ. അപ്രകാരം ആത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. പരിശുദ്ധാത്മാവേ, സ്തുതിക്കുന്നു. യുവജനങ്ങളിൽ ഈ വാഗ്ദാനം നിറവേറ്റണമേ. കുഞ്ഞുങ്ങളിൽ ഈ പ്രോമിസ് അവിടുന്ന് പ്രവർത്തിക്കണമേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അടുത്തിരിക്കുന്ന വ്യക്തിയോട് വിശ്വാസത്തോടെ പറഞ്ഞേ, നമ്മുടെ മക്കളിൽ ചില പ്രവർത്തികൾ പരിശുദ്ധാത്മാവ് ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞേ. നമ്മുടെ മക്കളിൽ പരിശുദ്ധാത്മാവ് ചില പ്രവർത്തികൾ ചെയ്യാൻ പോകുന്നു. വിശ്വസിച്ചോ? നിങ്ങൾ പ്രാപിച്ചോ? നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അഭിഷേകം നിങ്ങൾ ഏറ്റെടുത്തോ? നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യുവാക്കൾക്ക് പരിശുദ്ധാത്മാവിന്റെ ദർശനങ്ങൾ ഉണ്ടാകും, പ്രൊഫറ്റിക് വിഷൻ. ഈ ഒരു കൃപയിലേക്ക് 2025 മുതൽ യുവജനങ്ങളെയും കുഞ്ഞുങ്ങളെയും ഈ ഒരു അഭിഷേക നിറവിൽ പരിശുദ്ധാത്മാവ് ഉണർത്താൻ പോവുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ബുദ്ധിക്ക് അതീതമായ വിധത്തിൽ ചില ആത്മപ്രവർത്തികൾ വരും വർഷങ്ങളിൽ 2025 മുതൽ 2027 വരെയുള്ള 3 വർഷങ്ങളിൽ വലിയ അളവിൽ പരിശുദ്ധാത്മ പ്രവർത്തനങ്ങൾ സഭയിലും ലോകത്തിലും നമ്മൾ കാണാൻ പോവുകയാണ്. കർത്താവേ, അതിനായി ഞങ്ങളെ അനോയിന്റ് ചെയ്യണമേ. അത് കാണുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. അത് അനുഭവിക്കുവാനുള്ള അഭിഷേകം തരണമേ. കുടുംബങ്ങളിലേക്ക് പകരണേ, സമർപ്പിത സമൂഹങ്ങളിലേക്ക് പകരണമേ. സ്തുതിക്കുന്നു കർത്താവേ. നന്ദി കർത്താവേ. എൻ്റെ സഹോദരങ്ങൾ, ഇന്ന് പ്രത്യേകമായി നമ്മൾ കാണുന്നത് റിസൾട്ട്സ് ഓഫ് അനോയിന്റിംഗ് ആണ്. അഭിഷേകത്തിന്റെ ഫലങ്ങളെ കുറിച്ചാണ്. ദൈവത്തിന്റെ അഭിഷേകം വെളിപ്പെടുമ്പോൾ, പരിശുദ്ധാത്മ അനോയിന്റിംഗ് വ്യാപരിക്കുമ്പോൾ, അളവില്ലാത്ത അഭിഷേകത്താൽ ദൈവജനം പൂരിതരാകുമ്പോൾ സംഭവിക്കുന്ന മാറ്റങ്ങൾ, റിസൾട്ടുകൾ, അതിന്റെ ഫലങ്ങൾ. ഈ ഫലങ്ങൾ അനുഭവിച്ചു വേണം ഈ പുതുവർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ.
ഈ ഫലങ്ങളുടെ സമൃദ്ധിയിൽ വേണം 2025 മുഴുവൻ ഞാനും നിങ്ങളും ജീവിക്കുവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ഈ കൃപ നമുക്ക് തരാൻ പോവുക സഹോദരങ്ങളെ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 8-ാം അധ്യായം 5 മുതൽ 25 വരെയുള്ള വചനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ സന്ദേശം ധ്യാനിക്കുവാൻ പോകുന്നത്. നിങ്ങൾ സ്ക്രീനിലോട്ട് നോക്കിയേ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 8-ാം അധ്യായം 5 മുതൽ 25 വരെയുള്ള വചന അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ തിരുവചനങ്ങൾ ധ്യാനിക്കുവാനായിട്ട് പോകുന്നത്. എൻ്റെ സഹോദരങ്ങളെ, അപ്പോസ്തല പ്രവർത്തനത്തിലോട്ട് നമ്മൾ വരുമ്പോൾ നമുക്ക് അവിടെ കാണാൻ പറ്റും, ഫിലിപ്പോസ് സമരിയ പട്ടണത്തിൽ ചെന്ന് കർത്താവിന്റെ സുവിശേഷം അറിയിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ സമൃദ്ധമായ അഭിഷേകം ഫിലിപ്പോസിന്റെ മേലുണ്ടായിരുന്നു. ഫിലിപ്പോസ് ഒരു അൽമായ ശുശ്രൂഷകനായിരുന്നു, ഒരു കുടുംബസ്ഥനായിരുന്നു. എങ്കിലും ആത്മാവിന്റെ അധിവാസവും അഭിഷേകത്തിന്റെ സമൃദ്ധിയും ഫിലിപ്പോസിന്റെ മേൽ ധാരാളമായി ഉണ്ടായിരുന്നു. ആരായിരുന്നു ഈ ഫിലിപ്പോസ്? ആദിമ സഭയിലെ ഒരു പ്രധാന ഡീക്കനായിരുന്നു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 6-ാം അധ്യായം 5-ാം വചനം ശ്രദ്ധിച്ചു വായിച്ച്. അവർ പറഞ്ഞത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അവർ വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ എസ്തഫാനോസ്, പീലിപ്പോസ്. പറഞ്ഞേ, ആരാണ് എസ്തഫാനോസും പീലിപ്പോസും? പിന്നുള്ള പേരുകൾ നമുക്കറിയാം. പീലിപ്പോസ് എന്തായിരുന്നു പീലിപ്പോസിന്റെ പ്രത്യേകത? വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ ഒരു ദൈവ മനുഷ്യനായിരുന്നു പീലിപ്പോസ്. ഒരു സാധാരണ കുടുംബസ്ഥൻ, ഒരു സാധാരണ അൽമായൻ. ഞാൻ ആത്മാവിൽ പറയട്ടെ, സഭയിൽ പരിശുദ്ധാത്മാവ് ശക്തമായ ആത്മായ മുന്നേറ്റങ്ങൾ വരും നാളുകളിൽ തന്റെ സഭയ്ക്ക് പരിശുദ്ധാത്മാവ് പ്രദാനം ചെയ്യാൻ പോവുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തന്റെ അൽമായരിലൂടെ അസാധാരണമായ വിധത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങള് സഭയിൽ വെളിപ്പെടാൻ പോവുക സഹോദരങ്ങളെ. ശാലോം അതൊരു അൽമായ മുന്നേറ്റമാണ്. ഷെഖൈന ഇതൊരു അൽമായ മുന്നേറ്റമാണ്. ഫിയാത്ത് മിഷൻ ഒരു അൽമായ മുന്നേറ്റമാണ്. ഇതുപോലെയുള്ള പല പല ആത്മീയ മുന്നേറ്റങ്ങൾ സാധാരണക്കാരായ അൽമായരിലൂടെ തൻ്റെ സഭയെ ശക്തീകരിക്കുവാനും ഉണർത്തുവാനും നവീകരിക്കുവാനും ഉജ്ജ്വലിപ്പിക്കുവാനുമായി ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് രൂപം കൊടുത്ത് അവയെ നയിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ആത്മാവിൽ പറയുന്നു, വരും വർഷങ്ങളിൽ, വരും നാളുകളിൽ ശക്തമായ ആത്മായ മുന്നേറ്റങ്ങൾ തന്റെ സഭയ്ക്ക് പരിശുദ്ധാത്മാവ് സമ്മാനിക്കാൻ പോവുകയാണ്. വിശ്വസിച്ച് കരം പിടിച്ച കർത്താവ് നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നു. ഫിലിപ്പോസിനെ പോലെ ആത്മശക്തിയുള്ള, ആത്മാവിന്റെ അഭിഷേകമുള്ള, റൂഹായുടെ തീ സാന്നിധ്യമുള്ള ആത്മായ ശുശ്രൂഷകരെ തിരുസഭയ്ക്ക് നൽകണമേ. ആത്മായ മുന്നേറ്റങ്ങളെ സഭയ്ക്ക് സമ്മാനിക്കണമേ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. അതിനർത്ഥം ബഹുമാനപ്പെട്ട വന്യവൈദികരും സമർപ്പിതരുടെ ശുശ്രൂഷ ഇല്ലാന്നാണോ? അല്ല. അവരുടെ പൗരോഹിത്യ തണലിൽ നിന്നുകൊണ്ട് അൽമായ ശുശ്രൂഷകളെ കാരണം യുഗാന്ത സഭയിൽ നമ്മളായിരിക്കുന്നത്. ഈ കാലഘട്ടത്തിലെ സഭയ്ക്ക് പരിശുദ്ധാത്മാവ് അൽമായ ശുശ്രൂഷ, അൽമായ മുന്നേറ്റങ്ങൾ ഈ നാളുകളിൽ വളരെ പ്രസക്തമാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് തന്നെ ചില അൽമായ മുന്നേറ്റങ്ങളെ ഇനിയും പരിശുദ്ധാത്മ സഭയിൽ അഭിഷേകം ചെയ്ത് ഉയർത്തും. ഒരു സംശയം വിചാരിക്കേണ്ട. വിശ്വസിച്ചിട്ട് ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഫിലിപ്പോസിനെ പോലെ ആത്മാവിന്റെ തീനാവുള്ള ശുശ്രൂഷകരെ പരിശുദ്ധാത്മാവ് തന്റെ സഭയ്ക്ക് സമ്മാനിക്കും. ഇവിടെ വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞവനായിരുന്നു ഫിലിപ്പോസ്. സഹോദരങ്ങളെ, അവനൊരു കുടുംബസ്ഥനാണ്. ഭാര്യയും 4 പെൺമക്കളുമുള്ളവനായിരുന്നു ഈ ഫിലിപ്പോസ്. ഞാൻ ഫിലിപ്പോസിന്റെ ഈ ചരിത്രം പരിശുദ്ധ ബൈബിളിൽ വായിച്ച് അത്ഭുതപ്പെട്ടു പോയി. ദൈവമേ, കുടുംബജീവിതം നയിച്ച ഭാര്യയും 4 പെൺമക്കളുമുള്ള ഈ ഫിലിപ്പോസിന്റെ മേലാണ്
ഇത്രമാത്രം ശക്തമായ അഭിഷേകം ഇറങ്ങിയത്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ആത്മായ സഹോദരി സഹോദരങ്ങളെ, നമുക്കെല്ലാം ഈ അഭിഷേകം ഏറ്റെടുക്കുവാൻ ഇത്തരത്തിലുള്ള മൈറ്റി അനോയിന്റിംഗ്, അളവില്ലാത്ത അഭിഷേകം, ഈ അധികമായ അഭിഷേകം നമുക്ക് പ്രാപിക്കാൻ കഴിയുമെന്ന് പരിശുദ്ധാത്മാവ് ഉറപ്പു തരികയാ. വിശ്വസിക്കുന്ന ഉച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞേ. കർത്താവേ, ഞങ്ങൾ വിശ്വാസത്തിൽ ഏറ്റെടുക്കുന്നു. ഈ അഭിഷേകം ഞങ്ങൾ വിശ്വാസത്തിൽ ഏറ്റെടുക്കുന്നു. ഞങ്ങളത് പ്രാപിക്കുന്നു. കർത്താവേ, ലോക സുവിശേഷവൽക്കരണത്തിനായി, തിരുസഭയ്ക്കായി, കുടുംബങ്ങൾക്കായി ഞങ്ങളത് റിസീവ് ചെയ്യുന്നു. അപ്പോസ്തല പ്രവർത്തനം 21-ാം അധ്യായം 8-9 വചനം പെട്ടെന്നൊന്ന് വായിച്ച്. അടുത്ത ദിവസം ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ടു, കേസറിയായിലെത്തി. 7 പേരിൽ ഒരുവനും സുവിശേഷ പ്രസംഗകനുമായ പീലിപ്പോസിന്റെ വീട്ടിൽ ചെന്ന് അവന്റെ കൂടെ താമസിച്ചു. 9-ാം വചനത്തിൽ പറയാണ്, കന്യകാമാരും പ്രവചനപരം ലഭിച്ചവരുമായ 4 പുത്രിമാർ. ഉച്ചത്തിൽ പറഞ്ഞ് 4 പുത്രിമാർ. എന്താണ് ഈ പുത്രിമാരുടെ പ്രത്യേകത? അവർ കന്യകമാരാണ്, അവർ പ്രവചനപരം ലഭിച്ചവരാണ്. പ്രവചനപരവും കന്യകമാരുമായ 4 പുത്രിമാർ പീലിപ്പോസിനുണ്ടായിരുന്നു. ഹല്ലേലൂയ. ഇത്രയും കുടുംബ പ്രാരാബ്ധമുള്ള കുടുംബസ്ഥനായ ഒരു അൽമായനായ പീലിപ്പോസിന് മേലാണ് പരിശുദ്ധാത്മാവ് കൂടാരമടിച്ച് തന്റെ ജനത്തിന് വേണ്ടി, തന്റെ സഭയ്ക്ക് വേണ്ടി പീലിപ്പോസിനെ ശക്തിയോട് ഉപയോഗിച്ചത്. ഈ കാലഘട്ടത്തിൽ ഇതുപോലെ ചില അൽമായ സഹോദരങ്ങളെ കർത്താവ് അഭിഷേകം ചെയ്ത് തന്റെ സഭയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് പ്രയോജനപ്പെടുത്താൻ പോവാണ്. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഞങ്ങൾ വന്യ വൈദികരെ ഓർത്ത് നന്ദി, പിതാക്കന്മാരെ ഓർത്ത് നന്ദി, സമർപ്പിതരെ ഓർത്ത് നന്ദി, ഞങ്ങൾ ആത്മായ പ്രേക്ഷിതരെ ഓർത്ത് നന്ദി. എല്ലാവരുടെ മേൽ ആത്മാവിന്റെ തീ പിടിക്കട്ടെ, ആത്മാവിന്റെ തീ ഇറങ്ങട്ടെ. കർത്താവേ, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. അഭിഷേകം വെളിപ്പെട്ടപ്പോൾ എന്താണ് സംഭവിച്ചത്? അഭിഷേകത്തിന്റെ ഫലങ്ങൾ എന്തൊക്കെയാ സഹോദരങ്ങളെ? അപ്പോസ്തല പ്രവർത്തനം 8-ാം അധ്യായം 4-5 വചനങ്ങൾ പെട്ടെന്ന് വചനം വായിച്ച്. ചിതറിക്കപ്പെട്ടവർ വചനം പ്രസംഗിച്ചുകൊണ്ട് ചുറ്റി സഞ്ചരിച്ചു. പീലിപ്പോസ് സമരിയായിലെ ഒരു നഗരത്തിൽ ചെന്ന് അവിടെയുള്ളവരോട് ക്രിസ്തുവിനെ പറ്റി പ്രഘോഷിച്ചു. എൻ്റെ സഹോദരങ്ങളെ, സമരിയായിൽ പട്ടണത്തിൽ ചെന്ന് പീലിപ്പോസ് പരിശുദ്ധാത്മ ശക്തിയോടെ ക്രിസ്തുവിനെ പ്രഘോഷിക്കുകയാണ്. യേശുവിനെ ഉയർത്തുകയാണ്. കർത്താവിന്റെ വചനം പ്രഘോഷിക്കുകയാണ്. അഭിഷേകത്തിന്റെ ഒന്നാമത്തെ റിസൾട്ട്, ഫലം എന്താ സഹോദരങ്ങളെ? ക്രിസ്തു കേന്ദ്രീകൃതമായൊരു ജീവിതമാണ്. നമ്മുടെ മനസ്സിന്റെ സെൻട്രൽ പോയിന്റിൽ പിന്നെ യേശു മാത്രമാണ്, ക്രിസ്തു മാത്രമാണ്. നമുക്ക് കുടുംബമുണ്ട്, ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, മക്കളുണ്ട്, ജോലിയുണ്ട്, ബിസിനസ് ഉണ്ട്, മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട്, ബന്ധുമിത്രങ്ങളുണ്ട്, പരിചയക്കാരുണ്ട്, സുഹൃത്തുക്കളുണ്ട്, ഉപകാരികളുണ്ട്. എന്നാൽ നമ്മുടെ മനസ്സിന്റെ ആ സെൻട്രൽ പോയിന്റിൽ ഇവർക്കൊന്നും സ്ഥാനമില്ല. അവിടെ യേശു ക്രിസ്തുവിന് മാത്രം, നമ്മുടെ കർത്താവും നമ്മുടെ ഏക രാജാവുമായ ക്രിസ്തുവിന് മാത്രമാണ് സ്ഥാനം. പീലിപ്പോസിന്റെ ആ പ്രസംഗത്തിലെ മുഖ്യ വിഷയം എന്തായിരുന്നു? ആ പ്രസംഗത്തിന്റെ കേന്ദ്രബിന്ദു ആരായിരുന്നു? യേശു ക്രിസ്തുവാണ്. ക്രിസ്തുവിനെ പ്രഘോഷിച്ചു. കഥയും ഉപമയും പുരാണവും ഐതിഹ്യങ്ങളും ഇതൊന്നും ക്രിസ്തുവിന് പകരമല്ല. ക്രിസ്തുവിന് പകരം ക്രിസ്തു മാത്രമാണ്. കരമടിച്ച് നന്ദി പറഞ്ഞേ ഹല്ലേലൂയ, ശക്തിയോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകത്തിന്റെ ഒന്നാമത്തെ റിസൾട്ട് ഇതാണ് പ്രിയപ്പെട്ടവരെ. നമ്മുടെ ജീവിതം ക്രിസ്തുവിനായി രൂപാന്തരപ്പെടുകയാണ്. നമ്മുടെ ജീവിതത്തിൽ പിന്നെ കർത്താവായി ഈശോ നിറഞ്ഞു നിൽക്കുകയാണ്. നമ്മുടെ ചിന്തകൾ, നമ്മുടെ ബുദ്ധി, നമ്മുടെ ഭാവന, നമ്മുടെ വിചാരങ്ങൾ, നമ്മുടെ വികാരങ്ങൾ, ഇതിലെല്ലാം യേശുവാണ് നിറഞ്ഞു നിൽക്കുന്നത്. അവൻ യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചു, അവൻ യേശുവിനെ ഉയർത്തി. സമരിയായിൽ പട്ടണത്തിൽ ചെന്ന് പീലിപ്പോസ് കർത്താവിനെ മഹത്വപ്പെടുത്തി.
അവൻ്റെ മനസ്സിൻ്റെ സെൻട്രൽ പോയിന്റിൽ ക്രിസ്തു മാത്രമായിരുന്നു. അത് അവൻ്റെ വാക്കുകളിലൂടെയും പ്രവർത്തികളിലൂടെയും പരിശുദ്ധാത്മ വെളിപ്പെടുത്തുകയാണ്. വിശ്വസിച്ച് ഹല്ലേലൂയ പറഞ്ഞേ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. 2025 നമ്മൾ പ്രവേശിക്കുമ്പോൾ ഈ അഭിഷേകത്താൽ നമ്മൾ പ്രവേശിക്കണം. കർത്താവിനെ നമ്മൾ കൂടെ നിർത്തണം. നമ്മുടെ ജീവിതം ക്രിസ്തുവിൽ അധിഷ്ഠിതമായിരിക്കണം. റൂട്ടഡ് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ വേരുറപ്പിക്കപ്പെട്ട, മറ്റൊരു വിശ്വാസത്തിലുമല്ല, മറ്റ് യാതൊരു വിധത്തിലുള്ള അബദ്ധ പ്രബോധനങ്ങളിലല്ല, മറ്റു പല വിധത്തിലുള്ള സത്യവചനത്തിനും സത്യവിശ്വാസത്തിന് വിരുദ്ധമായ ഫിലോസഫികളിലല്ല നമ്മൾ വേരുറപ്പിച്ചിരിക്കുന്നത്. നമ്മൾ വേരുറപ്പിക്കപ്പെട്ടിരിക്കുന്നത് കർത്താവായ ക്രിസ്തുവിലാണ്. റൂട്ടഡ് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ വേരുറപ്പിക്കപ്പെട്ട ജീവിതമാണ്. അതാണ് ക്രിസ്തീയ ജീവിതം. ഹല്ലേലൂയ. ഇളകരുത് സഹോദരങ്ങളെ, മരിക്കേണ്ടി വന്നാലും ഇളകരുത്, മാറരുത്, പിന്മാറരുത്. നമ്മുടെ മുഖ്യ വിഷയം യേശുവാണ്. നമ്മുടെ മനസ്സിൽ മുഴുവൻ നിറനിൽക്കുന്നത് യേശുവായിരിക്കണം. ഇന്ന് ഈ ലോകത്തിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഉത്തരം യേശു ക്രിസ്തുവാണ്. ഈ ലോകത്തിന് നിലവിളി എന്തിനു വേണ്ടിയ സഹോദരങ്ങളെ? ഈ ലോകം എന്തിനു വേണ്ടിയ കരയുന്നത്? നമ്മുടെ മക്കൾക്ക് എന്താ വേണ്ടത്? നമ്മുടെ തലമുറയ്ക്ക് എന്താ വേണ്ടത്? ഈ കാലഘട്ടത്തിൽ എന്താ വേണ്ടത്? കർത്താവായ യേശുവിനെയാണ്, യേശുവിന്റെ വചനത്തെയാണ്. നമ്മൾ ക്രിസ്തുവിനെ നഷ്ടപ്പെടുത്തിയതാണ് നമ്മുടെ എല്ലാ തകർച്ചകളുടെയും അടിസ്ഥാന കാരണം. നമ്മുടെ കുടുംബങ്ങൾ തകരുന്നു, നമ്മുടെ സമൂഹങ്ങൾ ദുർബലമാകുന്നു, നമ്മുടെ സമുദായം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ് ഈ അപജയത്തിന്റെ കാരണം? പരിശുദ്ധാത്മാവ് ദൈവവചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. നമുക്ക് ക്രിസ്തു നഷ്ടപ്പെട്ടു പോയി. കർത്താവിന്റെ വചനത്തിന് നമ്മുടെ ജീവിതത്തിൽ എവിടെയാ സ്ഥാനമുള്ളത്? നമുക്ക് എത്ര പേർക്ക് വചനമുണ്ട്? നമ്മുടെ ഹൃദയത്തിൽ വചനമുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ വചനമുണ്ടോ? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വചനമുണ്ടോ? നമ്മുടെ യുവജനങ്ങൾക്ക് വചനമുണ്ടോ? ഉണ്ടെങ്കിൽ അവർ ഒരിക്കലും വഴിതെറ്റി പോകാൻ കർത്താവ് അനുവദിക്കില്ല. അവർ ഒരിക്കലും വഴിമാറി പോവില്ല സഹോദരങ്ങളെ. വചനമുള്ളവരെ നശിപ്പിക്കാൻ പിശാചിന് എളുപ്പം സാധിക്കുകയില്ല. എത്ര പേര് വിശ്വസിക്കുന്ന? കരമടിച്ച് നന്ദി പറഞ്ഞ് കർത്താവിനെ സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. നമ്മൾ ക്രിസ്തുവിനെ നഷ്ടപ്പെടുത്തി. കർത്താവിന്റെ വചനത്തിന് നമ്മുടെ ജീവിതത്തിൽ യാതൊരു വിലയുമില്ല, സ്ഥാനവുമില്ല. അതുകൊണ്ട് നമ്മൾ നശിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ വഴിതെറ്റി പോകുന്നു. കഞ്ചാവും മയക്കമരുന്നും MDയായും അതുപോലെ തന്നെ വഴിവിട്ട ബന്ധങ്ങളും അരാജകത്വങ്ങളും പാപമ്ലേച്ഛതയുടെ അതിപ്രസരത്തിൽ നമ്മുടെ എത്ര യുവമക്കളാണ് മുങ്ങിത്താന്ന് ഇന്ന് നിത്യനാശത്തിലേക്ക് പോകുന്നത്. എന്താ ഈ തകർച്ചയുടെ കാരണം? അവർക്ക് വചനമില്ല. അവർക്ക് നമ്മൾ ക്രിസ്തുവിനെ കൊടുത്തിട്ടില്ല. പീലിപ്പോസ് സമരിയ പട്ടണത്തിൽ ചെന്ന് കഥയല്ല പറഞ്ഞത്, പുരാണങ്ങളല്ല പറഞ്ഞത്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും അവർ ആവേശം പിടിപ്പിക്കുന്ന മറ്റു പല ഫിലോസഫികളല്ല പറഞ്ഞത്. ജീവിക്കുന്ന ക്രിസ്തുവിനെ പ്രഘോഷിച്ചു. കർത്താവിന്റെ ജീവനുള്ള വചനം സമരിയക്കാരെ ആത്മശക്തിയോട് ഫിലിപ്പോസ് അറിയിച്ചു. അവിടെയാ മാറ്റങ്ങൾ ഉണ്ടായത്. അപ്പോഴാണ് അവിടെ കൺവെർഷൻ ഉണ്ടായത്, ഡെലിവറൻസ് ഉണ്ടായത്, ഹീലിംഗ്സ് ഉണ്ടായത്, പരിശുദ്ധാത്മാവിന്റെ മാനിഫെസ്റ്റേഷൻ ഉണ്ടായത്. സഹോദരങ്ങളെ, ക്രിസ്തു പ്രഘോഷിക്കപ്പെടുമ്പോൾ, ക്രിസ്തുവിനെ ഉയർത്തുമ്പോൾ, വചനത്തെ മാനിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ വചനത്തിന് സ്ഥാനം കൽപ്പിക്കുമ്പോൾ, നമ്മൾ വചനത്തിൽ ജീവിക്കുമ്പോൾ ഒരു ശക്തികൾക്കും നമ്മളെ തകർക്കാൻ പറ്റില്ല, നമ്മളെ പരാജയപ്പെടുത്താൻ സാധിക്കില്ല. വചനത്തിലേക്ക് നമ്മൾ തിരിച്ചു വരണം. ക്രിസ്തുവിനെ മുറുകെ പിടിക്കണം. കർത്താവിനെ കൂടെ നിർത്തണം. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മുന്നേറ്റങ്ങളിലും കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടാകണം. നമ്മൾ പാടുന്നില്ലേ? കർത്താവിന്റെ കരം പിടിച്ചേ ഞാനെന്നും വഴി നടക്കും. കർത്താവിന്റെ കരം പിടിച്ചേ ഞാനെന്നും വഴി നടക്കും. ആമേൻ, ആമേൻ. കർത്താവിന്റെ കരം പിടിച്ചേ
ഞാനെന്നും വഴി നടക്കും. അതുകൊണ്ട് സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പ പത്രോസ്ലീഹ വിളിച്ചു പറഞ്ഞത് അപ്പോസ്തലപ്രവൃത്തി 4:12 എന്താണ് പത്രോസ്ലീഹ വിളിച്ചു പറഞ്ഞത്? മറ്റൊരുവനും രക്ഷയില്ല, ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്ക് വേണ്ടി യേശുക്രിസ്തുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ആമേൻ. എത്ര പേര് ഈ വചനത്തിൽ വിശ്വസിക്കുന്നു? അവിടെ കരമടിച്ച് കർത്താവ് നന്ദി പറഞ്ഞ് സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മാനവരക്ഷയ്ക്കുഴിയിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. എത്ര പേര് ഈ വിശ്വാസ സത്യം വിശ്വസിക്കുന്നുണ്ട്? എങ്കിൽ ഉച്ചത്തിൽ ഏറ്റുപാടിക്കേ. മാനവരക്ഷയ്ക്കുഴിയിൽ വേറൊരു നാമമില്ലല്ലോ, ആമേൻ, ആമേൻ കർത്താവേ. യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. ഇന്ന് ഈ ലോകത്തിന്റെ നിലവിളി എന്തിനു വേണ്ടിയാ? നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്ന് നിലവിളിക്കുന്നു, നമ്മുടെ അനേക യുവജനങ്ങൾ നിലവിളിക്കുന്നു, അനേകം കുടുംബങ്ങൾ നിലവിളിക്കുന്നു. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഈ ലോകത്തിന്റെ നിലവിളി എന്തിനു വേണ്ടിയാണ്? യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 21-ാം വചനത്തിൽ പരിശുദ്ധ വചനം പറയുന്നു, ഇവർ ഗലീലയിലെ ബെത്സദയിൽ നിന്നുള്ള പീലിപ്പോസിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, പീലിപ്പോസിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, പ്രഭോ, ഞങ്ങൾ യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നു, ഞങ്ങൾ യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ഈ ലോകത്തിന്റെ നിലവിളി, ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ ആവശ്യം എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. ക്രിസ്തുവിനെയാണ് ലോകം ആഗ്രഹിക്കുന്നത്. ലോകത്തിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഉത്തരം കർത്താവായ യേശുവാണ്. പീലിപ്പോസ് സമരിയായിലെ ഒരു പട്ടണത്തിൽ ചെന്ന് ക്രിസ്തുവിനെ പ്രഘോഷിച്ചു, ക്രിസ്തുവിനെ പ്രഘോഷിച്ചു. എവിടെയെല്ലാം കർത്താവ് പ്രഘോഷിക്കപ്പെടുന്നുവോ അവിടെയെല്ലാം പരിശുദ്ധാത്മാവ് ശക്തിയോടെ പ്രവർത്തിക്കുന്നു. അവിടെയെല്ലാം ആത്മാവിന്റെ അഭിഷേകം വെളിപ്പെടുന്നു. ജനം ആത്മശക്തിയിൽ നിറയുന്നു, ജനം പരിശുദ്ധാത്മാവിലാകുന്നു, അവർ വചനത്തിന്റെ സമൃദ്ധി അനുഭവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സമരിയ പട്ടണത്തിലുണ്ടായ റിവൈവൽ, പരിശുദ്ധാത്മാവ് സമരിയക്കാർക്ക് നൽകിയ ഈ റിവൈവലിൽ നമ്മൾ കാണുന്നതാണ്. അവിടെ ക്രിസ്തു മഹത്വപ്പെട്ടു, ക്രിസ്തുവിനെ ഉയർത്തി. അവരുടെ ജീവിതം ക്രിസ്തു കേന്ദ്രീകൃതമായി. അവർ ക്രിസ്തുവിലേക്ക് വേരുറപ്പിച്ചു. അവരുടെ ജീവിതത്തിന്റെ വേരുകൾ ക്രിസ്തുവിലേക്ക്, റൂട്ടഡ് ഇൻ ക്രൈസ്റ്റ്, റൂട്ടഡ് ഇൻ ക്രൈസ്റ്റ്, റൂട്ടഡ് ഇൻ ക്രൈസ്റ്റ്. ആർക്കത് ഇളക്കി മാറ്റാൻ പറ്റാത്ത വിധം കോൺക്രീറ്റ് പോലെ നമ്മൾ കർത്താവിൽ അങ്ങ് ഉറയ്ക്കണം. അഭിഷേകം തരുന്ന ഒന്നാമത്തെ ഫലം, റിസൾട്ട് അതാണ്. രണ്ടാമത് നിങ്ങൾ മനസ്സിലാക്കുക, അവിടെ ജീവിതങ്ങൾ പരിവർത്തനം ചെയ്യപ്പെട്ടു. അവരുടെ മേൽ പരിശുദ്ധാത്മ ശക്തി ആഞ്ഞടിച്ചു. ആത്മാവിന്റെ അഭിഷേകം ജനഹൃദയങ്ങളിലേക്ക് നദി പോലെ ഒഴുകപ്പെട്ടു. അവർ പരിശുദ്ധാത്മാവിലായി. ആത്മശക്തിയുടെ അനുഭവം അവർക്കുണ്ടായി. ജീവിതങ്ങൾ ക്രിസ്തുവിനായി രൂപാന്തരപ്പെട്ടു. അനേകർ നിലവിളിച്ചു, കർത്താവേ ഞാൻ പാപിയാണ്, കർത്താവേ ഞാൻ പാപിയാണ്. പാപങ്ങൾ പരസ്യമായി ഏറ്റുപറഞ്ഞു. അവരെ ഹൃദയകാഠിന്യം വിട്ടുമാറി, ഹൃദയങ്ങൾക്ക് തുറവിയുണ്ടായി. ജീവിതങ്ങൾ അവർ കർത്താവിനായി സമർപ്പിച്ചു. വലിയ മാസീവായ വിധത്തിലുള്ള കൺവെർഷൻ. വെറുമൊരു ഉപരി വിപ്ലവമല്ല സഹോദരങ്ങളെ, വലിയ മാനസാന്തരങ്ങൾ. പരിശുദ്ധാത്മാവ് ജീവിതങ്ങളെ പരിവർത്തനം ചെയ്തു. ജീവിതങ്ങൾ രൂപാന്തരപ്പെട്ടു. ദൈവത്തിന്റെ റൂഹ അവരുടെ മേൽ വ്യാപരിച്ചു. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പതിനായിരങ്ങളിലേക്ക് ആത്മാവേ വരണമേ. പൈശാചിക കെട്ടുകൾ പൊട്ടട്ടെ, ശത്രുവിന്റെ ദുഃഖങ്ങൾ ഒടിയട്ടെ, സാത്താന്റെ അടിസ്ഥാനങ്ങൾ തകർക്കപ്പെടട്ടെ. In the name of Jesus. ഒന്ന് എഴുന്നേറ്റ് നിന്ന്
വന്ന് ഇരു കരങ്ങൾ ഉയർത്തി ഈ അഭിഷേകം ഏറ്റെടുക്ക്. ഈ അഭിഷേകം പ്രാപിച്ചു വേണം നമ്മൾ 2025 പ്രവേശിക്കുക. ഈ പുതുവർഷത്തിൽ നമ്മൾ ഈ അഭിഷേകം സ്വന്തമാക്കണം. ഈ അനോയിന്റിംഗ് റിസീവ് ചെയ്യണം. ഇരു കരങ്ങൾ ഉയർത്തി പരിശുദ്ധാത്മാവേ, അതിനായി ഒരുക്കണമേ, അതിനായി അഭിഷേകം ചെയ്യണമേ, അതിനായി ശക്തീകരിക്കണമേ, എന്നെ ട്രാൻസ്ഫോം ചെയ്യണമേ. ആഗ്രഹത്തോടെ വിളിച്ച പരിശുദ്ധാത്മാവേ, ദൈവത്തിന്റെ റൂഹ വ്യാപരിക്കട്ടെ, റൂഹ വെളിപ്പെടട്ടെ. റുഹായുടെ ശക്തി, റുഹായുടെ അഭിഷേകം, റുഹായുടെ ജീവൻ, റുഹായുടെ തീ കുടുംബങ്ങളിൽ കത്തട്ടെ. അഭിഷേകം പ്രാപിച്ചോ. വലിയ അഭിഷേകം, അസാധാരണമായ അഭിഷേകം കർത്താവ് പകർന്നുകൊണ്ടിരിക്കുക. കുടുംബങ്ങൾക്ക് വേണ്ടി, നമ്മുടെ തലമുറകൾക്ക് വേണ്ടി, നമ്മുടെ സഭയ്ക്ക് വേണ്ടി ഈ അഭിഷേകം ഏറ്റെടുത്ത് ഒരിക്കൽ കൂടെ വിളിക്കുന്നു, യേശുവേ. ഈശോ, 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 ഈശോ. യേശുനാമം വിളിക്കേ, യേശുനാമം വിളിക്കേ. ആ നാമത്തിന്റെ അത്ഭുത ശക്തി തിരിച്ചറിഞ്ഞ് വിളിക്കേ. ജീസസ്, 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 ജീസസ്. കരമടിച്ച് പരിശുദ്ധാത്മാവാഗതനാകുന്നു. ഉള്ളിൽ തിങ്ങും തിന്മകളെല്ലാം ശാമ്പലാകുന്നു. ആദിയിലെപ്പോൾ പരിശുദ്ധാത്മാവാഗതനാകുന്നു. ഉള്ളിൽ തിങ്ങും തിന്മകളെല്ലാം ശാമ്പലാകുന്നു. സ്തുതിപ്പിന്റെ വരമെന്നിൽ നിറഞ്ഞു കവിയുന്നു. പാപാന്ധകാരമെല്ലാം പോകുന്നു. പരിശുദ്ധാത്മാവിൽ സമൃദ്ധമായ അഭിഷേകം, അധികമായ അഭിഷേകം പരിശുദ്ധാത്മാവേ ഞങ്ങൾക്ക് നൽകണമേ. അല്പസമയം പെട്ടെന്ന് ഇരുന്ന് കർത്താവെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ജീവിതങ്ങൾ പരിവർത്തനം ചെയ്യപ്പെട്ടു. അപ്പോസ്തല പ്രവർത്തനം 8:6 പെട്ടെന്ന് വായിക്കും നമ്മൾ. 8:6 സെക്കൻഡ് റിസൾട്ട് അതാണ്. അഭിഷേകത്തിന്റെ രണ്ടാമത്തെ അത്ഭുതകരമായ ഫലത്തിലേക്ക് പരിശുദ്ധാത്മ നമ്മളെ നയിക്കുകയാണ്. എന്താണ് സെക്കൻഡ് റിസൾട്ട്? ഫിലിപ്പോസിന്റെ വാക്കുകൾ കേൾക്കുകയും അവൻ പ്രവർത്തിച്ച അടയാളങ്ങൾ കാണുകയും ചെയ്ത ജനക്കൂട്ടം അവൻ പറഞ്ഞ കാര്യങ്ങൾ ഏക മനസ്സോടെ ശ്രദ്ധിച്ചു. സഹോദരങ്ങളെ, കർത്താവിന്റെ വചനത്തിനായി സകല ഹൃദയങ്ങളും തുറക്കപ്പെട്ടു. കർത്താവിന്റെ വചനത്തിനായി പരിശുദ്ധാത്മാവ് എല്ലാ ഉള്ളങ്ങളെയും പ്രകാശിപ്പിച്ചു. അവർ ഉണർവോടെ, ഏക മനസ്സോടെ, അനുതാപ ഹൃദയത്തോടെ, ചങ്ക് നുറുങ്ങി ദൈവത്തിന്റെ വചനം സ്വീകരിച്ചു. പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് തന്റെ ജനത്തെ രൂപാന്തരപ്പെടുത്തി. അവരുടെ ലൈഫ്, അവരുടെ ജീവിതം ക്രിസ്തുവിനായി രൂപാന്തരപ്പെട്ടു. അവർ ക്രിസ്തുവിനായി പിടിക്കപ്പെട്ടു. അനേകമായിരങ്ങൾ തങ്ങളുടെ ജീവിതത്തെ കർത്താവിനായി സമർപ്പിച്ചു. പാപത്തിന്റെ കെട്ടുകൾ പൊട്ടി, പാപത്തിന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു. വർഷങ്ങളായി പിശാച് കെട്ടിവെച്ച ബന്ധനത്തിന്റെ കെട്ടുകളെ പരിശുദ്ധാത്മാവ് പൊട്ടിച്ചു കളഞ്ഞ് ജനത്തിന് സ്വാതന്ത്ര്യം നൽകി. എന്റെ സഹോദരങ്ങളെ, ഇതാണ് പരിശുദ്ധാത്മ പവർ. പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ആത്മശക്തി വ്യാപരിക്കുമ്പോൾ ഈ മാറ്റങ്ങൾ സഭയിലുണ്ടാകും, കുടുംബങ്ങളിലുണ്ടാകും, ദേശങ്ങളിലുണ്ടാകും, വ്യക്തി ജീവിതത്തിലുണ്ടാകും. ഇത് വെറും ഗിമ്മിക്സ് അല്ല, ഇത് വെറും ഉപരി വിപ്ലവമല്ല. പരിശുദ്ധാത്മാവ് ശരിയായി പ്രവർത്തിക്കുമ്പോൾ അസാധാരണമായ പരിവർത്തനങ്ങൾ, മാനസാന്തരങ്ങൾ സഭയിലുണ്ടാകും. നമുക്ക് അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു സഭയിൽ. നവീകരണ മുന്നേറ്റത്തിന്റെ ആരംഭ നാളുകളിൽ
10,000-കണക്കിന് മാനസാന്തരങ്ങള്, കഠിന പാപികൾ മാനസാന്തരപ്പെട്ടു. അവർ യേശുവിനെ ഏകരക്ഷകൻ നാഥനുമായി സ്വീകരിച്ച് അവർ ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ സാക്ഷികളായി. എത്ര അനുഭവങ്ങളുണ്ട് സഹോദരങ്ങളെ. ആ പരിശുദ്ധാത്മാവ് ഇന്നും സഭയിൽ ജീവിക്കുന്നു. ആ പരിശുദ്ധാത്മാവ് ഇന്നും സഭയെ നയിക്കുന്നു. അവൻ ഇന്നും സജീവമായി നമ്മുടെ മധ്യേ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. എത്ര പേർക്ക് ഇത് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്? അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. ആത്മസാന്നിധ്യം എത്ര പേർക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്? സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ. ജീവിതങ്ങൾ മാനസാന്തരപ്പെട്ടു, പരിവർത്തനം ചെയ്യപ്പെട്ടു. എൻ്റെ സഹോദരങ്ങളെ, പഴയത് ഉപേക്ഷിക്കണം. നമ്മളൊരു പുതുജീവിതം നമ്മൾ ആരംഭിക്കുകയാണ് പരിശുദ്ധാത്മാവിനോട് ചേർന്ന്. ആത്മാവിൻ്റെ അഭിഷേകത്തിൽ 2025 നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ പുതുവർഷം പുത്തൻ കൃപയുടെ വർഷമായി മാറട്ടെ. തീരുമാനങ്ങൾ എടുക്കുക. വീണ്ടും അപ്പോസ്തല പ്രവൃത്തി 8:7 പെട്ടെന്ന് അതിനൊന്ന് വായിക്കാം. മൂന്നാമത്തെ റിസൾട്ട് എന്താണ്? ഡെലിവറൻസ് ആൻഡ് ഹീലിംഗ്. നമ്മുടെ ജീവിതത്തെ ഒരു അത്ഭുതമാക്കി പരിശുദ്ധാത്മാവ് മാറ്റും. അത് പരിശുദ്ധാത്മാവിനെ കഴിയൂ, അത് പരിശുദ്ധാത്മാവിനെ മാത്രമേ സാധിക്കൂ. അപ്പോസ്തല പ്രവർത്തനം 8-ാം അധ്യായം 7-ാം വചനം. ദൈവത്തിന്റെ വചനം ജനമധ്യേ പ്രഘോഷിക്കപ്പെട്ടപ്പോൾ, ഫിലിപ്പോസ് സമരിയായിൽ ക്രിസ്തുവിനെ പ്രഘോഷിച്ചപ്പോൾ ജനത്തിന്റെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ച്, നമ്മുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങുമ്പോൾ നമുക്ക് പിന്നെ ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല സഹോദരങ്ങളെ. നമ്മുടെ ജീവിതങ്ങൾ തീ പിടിക്കും, ചൂട് പിടിക്കും, മന്ദത മാറും, മരവിപ്പ് മാറും, നിസ്സംഗത മാറും, നിഷ്ക്രിയത്വം മാറും. നമ്മുടെ ജീവിതങ്ങൾ ഉണർവുള്ള ജീവിതങ്ങളാകും, കൃപയുള്ള ജീവിതങ്ങളാകും. ജനത്തിന്റെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങിയപ്പോൾ അവിടെ എന്താ സംഭവിച്ച്? 7-ാമത്തെ വചനം ഉച്ചത്തിൽ വായിച്ച്, എന്തെന്നാൽ അശുദ്ധാത്മാക്കൾ തങ്ങൾ ആവേശിച്ചിരുന്നവരെ വിട്ട് ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് പുറത്തുപോയി. സാത്താന്റെ അടിസ്ഥാനങ്ങൾ പൊട്ടി തകർന്നു. നൂറ്റാണ്ടുകളായി സമരിയ പട്ടണത്തെ പിശാച് ബന്ധിച്ചിരുന്നു. മന്ത്രവാദ, കൂടോത്ര, ആഭിചാര ശക്തികള്. എന്റെ സഹോദരങ്ങളെ, പൈശാചിക കോട്ടകൾ അതുപോലെ ഉയർത്തപ്പെട്ട സ്ഥലമായിരുന്നു സമരിയ. മുഴുവൻ അന്ധകാരം നിറഞ്ഞ ഒരു ദേശമായിരുന്നു. കർത്താവിന്റെ വചനത്തിന്റെ വെളിച്ചം സമരിയായിൽ ഉണ്ടായില്ല. എന്നാൽ പരിശുദ്ധാത്മ ശക്തിയോടെ സമരിയായിൽ ചെന്ന് ക്രിസ്തുവിനെ ഫിലിപ്പോസ് പ്രഘോഷിച്ചപ്പോൾ, ജനത്തിന് മേൽ ആത്മാവ് ഇറങ്ങിയപ്പോൾ വചനം പറയാ, നൂറ്റാണ്ടുകളായി സാത്താൻ ഉയർത്തി കെട്ടിയ ദുർഗമമായ കോട്ടകൾ അവിടെ തകർന്നു വീണു. പാപത്തിന്റെ ബന്ധനങ്ങൾ പൊട്ടി തകർന്നു. സാത്താന്റെ അടിസ്ഥാനങ്ങൾ ചിതറിപ്പോയി. ജനങ്ങൾ വിടുതൽ പ്രാപിച്ചു, സ്വാതന്ത്ര്യം പ്രാപിച്ചു, ഒരു ആത്മശക്തിയിൽ നിറഞ്ഞു. അഭിഷേകത്തിന്റെ റിസൾട്ട് അതാണ്, ഡെലിവറൻസ് ആൻഡ് ഹീലിംഗ്. ഇത് വെറും തോന്നലല്ല പ്രിയപ്പെട്ടവരെ, ഇത് അനുഭവിച്ച് നമ്മൾ ഇനി ജീവിക്കണം. ഇത് വെറും തോന്നലല്ല, ഇത് വെറും ഒരു സങ്കല്പമല്ല. ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് പകർന്നു തരുവാൻ കരുത്തുള്ളവനാ പരിശുദ്ധാത്മാവ്. അത് 2025 നമ്മുടെ ജീവിതം ഈ ഒരു അനുഭവം, ഈ ഒരു അത്ഭുതമായി ആത്മാവ് മാറ്റാൻ പോവാണ്. ഓരോ ദിവസവും ഈ വിമോചനത്തിന്റെ, സൗഖ്യത്തിന്റെ അഭിഷേകം അനുഭവിച്ചു വേണം ഞാനും നിങ്ങളും ജീവിക്കാൻ. വിശ്വസിച്ച് ഹല്ലേലൂയ പറഞ്ഞേ, ശക്തിയോടെ ഹല്ലേലൂയ. പിശാചുകൾ പുറത്തുപോയി, വലിയ ഡെലിവറൻസ് ഉണ്ടായി, വലിയ ഹീലിംഗ്സ് ഉണ്ടായി. അടുത്ത വചനത്തിൽ പറയാണ്, അനേകം തറവാത രോഗികളും മുടന്തന്മാരും സുഖം പ്രാപിച്ചു, അത്ഭുത സൗഖ്യം പ്രാപിച്ചു. പരിശുദ്ധാത്മാവ് രോഗികളിലേക്ക് ഇറങ്ങി. തളർന്നുപോയ ജീവിതങ്ങളിലേക്ക് പരിശുദ്ധാത്മ ശക്തി ഇറങ്ങിയപ്പോൾ കണങ്കാലുകൾ ബലം പ്രാപിച്ചു. അവർ കുതിച്ചു ചാടി, അവർ ചാടി എഴുന്നേറ്റു. ഇന്നും പരിശുദ്ധാത്മാവ് തന്റെ സഭയിൽ ഇതുപോലെ പ്രവർത്തിക്കുന്നു. അത്ഭുത രോഗശാന്തി. ഇതൊന്നും കെട്ടുകഥകളല്ല സഹോദരങ്ങളെ. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നിടത്ത് ഇതെല്ലാം സംഭവിക്കും. ഇത് അഭിഷേകത്തിൻ്റെ റിസൾട്ടാണ്. നമ്മളിത് അനുഭവിച്ചു വേണം ഇനിയുള്ള നാളുകളിൽ ജീവിക്കാൻ. ഞാൻ ആത്മാവിൽ ദൂത് പറയട്ടെ,
ഞാൻ വീണ്ടും പറയാണ്, 2025 മുതൽ 2027 വരെയുള്ള 3 വർഷങ്ങൾ പരിശുദ്ധാത്മാവിന്റെ മഹത്വത്തിന്റെ പ്രവർത്തികൾ നമ്മുടെ ബുദ്ധിക്ക് അതീതമായ വിധത്തിൽ തന്റെ സഭയിൽ ആത്മാവ് വെളിപ്പെടുത്താൻ പോവുകയാണ്. നിങ്ങൾ വിശ്വസിച്ചോ? വിശ്വസിച്ചോ? ആരെല്ലാം പരിശുദ്ധാത്മാവിന്റെ പദ്ധതികളോട് സഹകരിക്കുന്നുവോ, ആരെല്ലാം അവന്റെ ആഗ്രഹങ്ങൾ തിരിച്ചറിഞ്ഞ് ആത്മാവിനോട് സഹകരിക്കുന്നുവോ, അവരിലൂടെ ഈ വിധം ആത്മാവ് ലോകത്തിലും സഭയിലും വെളിപ്പെടാൻ പോവുക. വരുന്ന 3 വർഷങ്ങൾ സഭയെ സംബന്ധിച്ചും ലോകത്തെ സംബന്ധിച്ചും നിർണായകമായ വർഷങ്ങളാണ്. കരങ്ങളടിച്ച് കർത്താവിനെ സ്തുതിച്ച് നന്ദി പറഞ്ഞേ. പോരാ 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 പോരാ. ഓ, അഭിഷേകം ഏറ്റെടുത്ത് നന്ദി പറഞ്ഞ് സ്തുതിച്ച് കർത്താവെ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. 8-ാം വചനത്തിൽ പറയാൻ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 8:8 എന്താ പറയുന്നത്? അങ്ങനെ ആ നഗരത്തിൽ വലിയ വലിയ സന്തോഷം. എല്ലാവരും ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞേ, വലിയ സന്തോഷം. പറയുന്നത് സ്വരത്തിൽ പറ, ഉണർവോടെ പറ. വലിയ സന്തോഷം. പരിശുദ്ധാത്മാവുള്ളിടത്ത് വലിയ സന്തോഷം. അഭിഷേകമുള്ളിടത്ത് വലിയ സന്തോഷം. അഭിഷേകമുള്ളിടത്ത് വലിയ സന്തോഷം. അഭിഷേകമുള്ള കുടുംബങ്ങളിൽ വലിയ സന്തോഷം. അഭിഷേകമുള്ള ജീവിതങ്ങളിൽ വലിയ സന്തോഷം. അഭിഷേകമുള്ള കൂട്ടായ്മകളിൽ വലിയ സന്തോഷം. അഭിഷേകമുള്ള മിനിസ്ട്രികളിൽ വലിയ സന്തോഷം. അഭിഷേകമുള്ള സഭയിൽ വലിയ സന്തോഷം. സമൂഹങ്ങളിൽ വലിയ സന്തോഷം. Great joy. ഹല്ലേലൂയ. വലിയ സന്തോഷം. ഇനി ആരും ദുഃഖിച്ചിരിക്കരുത്. കർത്താവിന്റെ മക്കൾക്ക് വാടിയ മുഖമോ തളർന്ന മനസ്സോ ആവശ്യമില്ല. നമ്മൾ പരിശുദ്ധാത്മാവുള്ളവരാണ്. നമ്മൾ പരിശുദ്ധാത്മാവുള്ളവരാണ്. വലിയ സന്തോഷത്തിൽ ജീവിക്കാൻ വിളിക്കപ്പെട്ടവർ. നമുക്ക് ദുഃഖങ്ങളുണ്ട്. ആർക്ക് ദുഃഖങ്ങളില്ലാത്ത, ആർക്ക് സഹനങ്ങളില്ലാത്ത, ആർക്ക് പ്രതിസന്ധികളില്ലാത്ത, ആർക്ക് നൊമ്പരങ്ങളും വേദനകളും ഇല്ലാത്ത, ഇതിൻ്റെ നടുവിൽ ആത്മാവിൽ ആനന്ദിക്കാൻ കഴിയുന്നവളാണ് പരിശുദ്ധാത്മാവുള്ളവർ. അവരാണ് പരിശുദ്ധാത്മാവുള്ളവർ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഒരു സന്തോഷത്തിൻ്റെ, ഒരു വലിയ സന്തോഷത്തിൻ്റെ ഒരു ജീവിതത്തിലേക്ക് കർത്താവ് നമ്മൾ നയിക്കുകയാണ്. 2025 വലിയ സന്തോഷത്തിൻ്റെ വർഷമാകട്ടെ. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിന് മറികടക്കുന്ന ഒരു ആനന്ദം നിന്റെ ഹൃദയത്തെ ഭരിക്കുകയാണ്, നിന്റെ ജീവിതത്തെ നിയന്ത്രിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, അളവില്ലാത്ത അഭിഷേകത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ. സമൃദ്ധമായ അഭിഷേകത്തിലേക്ക്. അവരെല്ലാവരുടെ മേൽ കൃപാവരം സമൃദ്ധമായി ഉണ്ടായിരുന്നു. സമൃദ്ധമായ അഭിഷേകം നമ്മുടെ കുടുംബങ്ങളിലേക്ക് കർത്താവ് പകരാൻ പോവുക. നമ്മുടെ ജീവിതത്തിലേക്ക് പകരാൻ പോവുക. നമ്മുടെ മക്കളിലേക്ക് പകരാൻ പോവുക. നമ്മുടെ തലമുറകളിലേക്ക് പകരാൻ പോവുക. നമ്മുടെ സഭയിലേക്ക് പകരാൻ പോവുക. സമൃദ്ധമായ അഭിഷേകം, അളവില്ലാത്ത അഭിഷേകം, മോർ പവർ, കൂടുതലായ അഭിഷേകം. സാവൂളാകട്ടെ കൂടുതൽ ശക്തി ആർജിച്ച്, കൂടുതൽ അഭിഷേകം പ്രാപിച്ച് യേശു തന്നെയാണ് ക്രിസ്തു എന്ന് തെളിയിച്ചു കൊണ്ടിരുന്നു. സഭയിൽ നമ്മുടെ വന്യ വൈദികരിലേക്ക് അഭിഷേകം ഒഴുകണം. നമ്മുടെ വൈദികർ കൂടുതൽ അഭിഷേകത്തിൽ ജ്വലിക്കണം. ധാരാളം ആത്മാക്കളെ നേടണം. യേശു ക്രിസ്തു തന്നെയാണെന്ന് ഈ തലമുറയിൽ ഉറപ്പിക്കണം. അപ്രകാരം തീനാവുള്ള വൈദികർ സഭയിലുണ്ടാകാൻ, സമർപ്പിതരുണ്ടാകാൻ, ആത്മായ പ്രേക്ഷിതരുണ്ടാകാൻ, സന്യസ്തരുണ്ടാകാൻ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. തുടർന്നുള്ള ആരാധന നിമിഷങ്ങളിലെ വിശ്വസിച്ച് ഹല്ലേലൂയ പറഞ്ഞേ. പോരാ ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് ഈ സമയത്തൊരു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യക്തമായൊരു ആലോചന തന്നു. അതിൻ്റെ ഡേറ്റും സമയവും നിങ്ങളെ പിന്നീട് അറിയിക്കും. 21 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രേ ആൻഡ് ഫാസ്റ്റ്, ദ ഉണർവിൻ്റെ തീ, അങ്ങനെ പരിശുദ്ധാത്മാവ് പേര് പറഞ്ഞേ. റിവൈവൽ ഫയർ, ഉണർവിൻ്റെ തീ. സഭ മുഴുവനിലും വീണ്ടും ആത്മാവിൻ്റെ ഉണർവ് വീശി അടിക്കാൻ. എൻ്റെ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിൻ്റെ ഒരു സെക്കൻഡ് റിവൈവൽ കേരള സഭയിൽ നിന്ന് ഭാരത സഭയിലേക്ക്, അത് ആഗോള സഭ മുഴുവനിലേക്കും, അത് ലോകരാജ്യങ്ങളിലേക്ക് കത്തിപ്പടർന്ന് ഒരു പുതിയ പെന്തക്കോസ്തയായി അത് രൂപപ്പെടുവാൻ പരിശുദ്ധാത്മാവ് നൽകുന്നൊരു ശുശ്രൂഷയാണ് ഉണർവിൻ്റെ തീ. 21 ദിനങ്ങൾ നീണ്ടു നിൽക്കുന്ന സഭയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഉപവാസ ശുശ്രൂഷയാണത്.
കേരള സഭയിലെ അഭിഷിക്തരായ വൈദികര്, ആത്മായ പ്രേക്ഷിതരെ ഒരുമിച്ച് നിന്ന് സഭയ്ക്ക് വേണ്ടി നമ്മൾ ജൂബിലി വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുക. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മ പ്രവർത്തിക്കുക. അവൻ സ്വാതന്ത്ര്യത്തിൻ്റെ ആത്മാവാ, പരിശുദ്ധാത്മ ശക്തിയുടെ ആത്മാവാ, പരിശുദ്ധാത്മാവ് റിവൈവലിൻ്റെ ആത്മാവാ. തൻ്റെ സഭയ്ക്ക് ഒരു സെക്കൻഡ് റിവൈവൽ, ഒരു രണ്ടാം പെന്തക്കോസ്ത, ഒരു പുതിയ പെന്തക്കോസ്ത പരിശുദ്ധാത്മ നൽകാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഈ ആത്മാവിൻ്റെ പദ്ധതി മനസ്സിലാക്കി സഹകരിക്കണം. 21 ദിവസം നീണ്ടു നിൽക്കുന്ന സഭയ്ക്ക് വേണ്ടിയുള്ള ഉണർവിൻ്റെ ശുശ്രൂഷയാണ് റിവൈവൽ ഫയർ, ഉണർവിൻ്റെ തീ. നിങ്ങൾ ഈ ശുശ്രൂഷയിൽ ആത്മാർത്ഥമായി പങ്കെടുക്കണം. സമയവും അതിൻ്റെ മറ്റ് കാര്യങ്ങളെല്ലാം നിങ്ങളെ കൃത്യമായിട്ട് അറിയിക്കും. ഒപ്പം തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഷെക്കൻ ന്യൂസിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ ശുശ്രൂഷകൾ നിങ്ങളെ സഹായിക്കണം. നമ്മുടെ ക്യാൻറ്റീൻ വർക്കുകളൊക്കെ അവിടെ സ്റ്റക്കായി നിൽക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ നന്നായി വരണം. ഇതിന് അനുദിന ചെലവുകൾ ഒരുപാട് ഭാരിച്ച ഉത്തരവാദിത്തങ്ങളുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടും അതുപോലെ സാമ്പത്തികമായി സഹായിച്ചും ഈ മാധ്യമ ശുശ്രൂഷയെ നിങ്ങൾ നിലനിർത്തണം. ഇത് നമ്മുടെ കൂട്ടുത്തരവാദിത്തമാണ്. നമ്മുടെ സഭയ്ക്ക് വേണ്ടി, നമ്മുടെ സമുദായത്തിന് വേണ്ടി, നമ്മുടെ മക്കൾക്കും നമ്മുടെ തലമുറകൾക്കും വേണ്ടി ഈ മാധ്യമ ശുശ്രൂഷയെ ചേർത്ത് പിടിച്ച് ഇതിനെ വളർത്തുവാനും ഇതിനെ വലുതാക്കുവാനും നമുക്കൊരുമിച്ച് പരിശ്രമിക്കാം. നിങ്ങളുടെ സാമ്പത്തിക സഹായങ്ങൾ നിങ്ങൾ ആ കാണുന്ന അക്കൗണ്ട് നമ്പറിലേക്ക്, ആ ഗൂഗിൾ പേ നമ്പറിലേക്ക് നിങ്ങൾ സ്നേഹത്തോടു കൂടി അയക്കണം. ആരും ഉപേക്ഷ കാണിക്കരുത്. കാരണം എൻ്റെ സഹോദരങ്ങളെ, പണമില്ലാത്തത് കൊണ്ട് ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകൾ തളർന്നു പോകാൻ നമ്മൾ ആരും അനുവദിക്കരുത്. അതുകൊണ്ട് കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് കൊടുക്കുക. ഒരിക്കലും കർത്താവ് നമ്മുടെ കടക്കാരനായിരിക്കും ഇഷ്ടപ്പെടുന്നില്ല. അതെല്ലാം നമ്മുടെ തലമുറകൾക്ക്, നമ്മുടെ ജീവിതങ്ങൾക്ക്, നമ്മുടെ കുടുംബങ്ങൾക്ക് വലിയ അനുഗ്രഹമായി, അളവില്ലാത്ത അഭിഷേകമായി തിരിച്ചു തരാൻ വിശ്വസ്തനാണ് നമ്മുടെ കർത്താവ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അതുകൊണ്ട് നിങ്ങൾ ഈ ദിവസങ്ങൾ ഞാൻ പറഞ്ഞു, നമുക്ക് 2-3 മാസത്തിൻ്റെ ഉള്ളിൽ വളരെ ഭീമാകാരമായൊരു ചെലവുണ്ട്. ഈ ലൈസൻസിനോട് ബന്ധപ്പെട്ടൊക്കെ ആ സാമ്പത്തിക കാര്യങ്ങൾ നമുക്കത് ചേർത്ത് തരണം. നിങ്ങൾ സഹകരിച്ചുകൊണ്ട് ഈ ശുശ്രൂഷകളെ സപ്പോർട്ട് ചെയ്യുക.